ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഹെൽത്ത് ആൻഡ് വെൽനസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്തിനാണ് എഞ്ചിനീയറിംഗിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഹെൽത്തിനും വെൽനസ്സിനും രണ്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് എഞ്ചിനീയറിംഗിൽ ഇപ്പം ഇംപ്ലിമെൻ്റ് ആയി പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സബ്ജക്ട് കോഡ് വരുന്നത് UCHWT 127 ആണ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സാമും കാര്യങ്ങളൊന്നും വരുന്നില്ല. ലാസ്റ്റ് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സബ്ജക്റ്റിലോട്ട് പോവാം. അപ്പോൾ ഇതിനകത്ത് മെയിൻലി വരുന്നത് ഹ്യൂമൻ ബോഡി സിസ്റ്റം. ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നു, ഓക്കെ, ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്, നമ്മൾ മെയിൻ പാർട്സ് ഇല്ലേ, ഹാർട്ട് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, ലങ്സ് ഉണ്ട്, ഇതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ്ലി ഒരു ഫിസിക്കലി നമ്മുടെ അനാട്ടമി സ്ട്രക്ചർ ഡേറ്റയെ പറ്റി നമ്മൾ കറക്റ്റ്ലി പഠിക്കുകയാണ്. എത്ര ബോൺസ് ഉണ്ട്, എന്തൊക്കെ സ്കെൽറ്റൽ ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ഹ്യൂമൻ ബോഡിയെ പറ്റി അത് ഫുൾ നമ്മൾ ഇതിനകത്തൂടെ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മെയിൻലി ഇത് അതിനകത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് മസിൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഓക്കെ, മസിൽ ഗ്രൂപ്പ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, മേജർ മസിൽ ഗ്രൂപ്പ്സ്. പിന്നെ വരുന്നത് നമ്മുടെ ക്വാണ്ടിഫൈങ് ഫിസിക്കൽ ആക്ടിവിറ്റി, എനർജി എക്സ്പെൻഡിച്ചർ, മെറ്റാബോളിക് ഇക്വലൻ്റ് ഓഫ് ടാസ്ക്, എക്സസൈസ് കോണ്ടിന്യൂറ്റം, ലൈറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി, മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി, വിഗറസ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻറ്റൻസിറ്റി പല രീതിയിലാണ് അല്ലേ. നമ്മൾ ചിലപ്പം ഭയങ്കര വോളിയം, അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള വർക്കൗട്ട്സ് ഉണ്ട്, അതേപോലെ ലോ ഇൻറ്റൻസിറ്റി ഉള്ള വർക്കൗട്ട്സ് ഉണ്ട്, മീഡിയം ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ് ഉണ്ട്. ഇതേപോലത്തെ ടൈപ്പ് ഓഫ് എന്തൊക്കെ ടൈപ്പ് വർക്കൗട്ട്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെറ്റാബോളിക് ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് മെറ്റാബോളിസം ആണ്. ചിലർക്ക് മെറ്റാബോളിസം കൂടുതലായിരിക്കും, അപ്പോൾ അവർക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതേപോലെ ചിലർക്ക് മെറ്റാബോളിസം കുറവായിരിക്കും, അപ്പോൾ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് പാടായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ബോഡി ടൈപ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് എന്തൊക്കെ ടൈപ്പ് ഫിസിക്കൽ ആക്ടിവിറ്റി, എയറോബിക് ഉണ്ട്, അതേപോലെ അനേറോബിക് ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി, പിന്നെ എക്സസൈസസ്, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, FITT ഫിസിക്കൽ ഡിസൈൻസ്, എക്സസൈസ് പ്രോഗ്രാം, കമ്പോണൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ നമ്മൾ അതായിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ്, മസ്കുലർ സ്ട്രെങ്ത്, മസ്കുലർ എൻട്രൻസ്, ഫ്ലെക്സിബിലിറ്റി, ബോഡി കമ്പോസിഷൻ. അതായത് ഓരോ ബോഡിയുടെ അനാട്ടമിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിനകത്തോട്ട് പോകാം, എൻ്റെ അവിടെ കൂടുതലായിട്ടുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ഓക്കെ, എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം? നമുക്കറിയായിരിക്കും അല്ലേ, ബ്രീത്ത് ചെയ്യുന്നത്. നോർമലി നമ്മളെങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഓക്സിജൻ അകത്തോട്ട് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകും. എന്നിട്ട് ആ ഒരു ലെവൽ ഓഫ് ഇത് നമുക്ക് നോർമലി ജനറലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഉണ്ട്. ഒന്ന് പൾമിനറി സർക്കുലേഷൻ ഉണ്ട്, അതേപോലെ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ ഉണ്ട്. ഓക്കെ, പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ അതെങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ആ ഹാർട്ട് ഉണ്ടല്ലോ, ഹാർട്ടിൽ നിന്ന് ലങ്സിലോട്ട് പോവും, അതേപോലെ തിരിച്ച് വീണ്ടും ഹാർട്ടിലോട്ട് പോവും. ഓക്കെ, അതേപോലെ പിന്നെ ഉള്ളതാണ് ഇത് പൾമനറി കേസിലാണ്. പിന്നെ ഇതേപോലെ തന്നെയാണ് അടുത്ത് ഉള്ളതാണ് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ ഉണ്ട്. അത് വരുമ്പോഴത്തേക്കും ഹാർട്ട് അതേപോലെ ഹാർട്ടിൽ നിന്ന് ബോഡിയിലോട്ട് പോവും, വീണ്ടും ഹാർട്ടിലോട്ട് പോകും. അപ്പം ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിൻലി പറയണമെന്ന് തന്നെ നമ്മൾ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള, അതായത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഉണ്ടല്ലോ, അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ബോഡി വഴി ഹാർട്ടിലോട്ട് പോകും, അതേപോലെ തിരിച്ചു വരും. അപ്പോൾ ആ ഒരു കോമ്പോസിഷനാണ് ഇവിടെ മെയിൻലി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി കൂടുതലൊന്ന് വായിച്ചു നോക്കാം. ദി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഇസ് എ ബയോളജിക്കൽ സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ ബ്രീത്തിങ് റെസ്പിറേഷൻ, സ്പെസിഫിക്കലി ദ ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് ദ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ is essential for the cellular energy production, while carbon dioxide is a metabolic waste product that must be eliminated. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ഓക്സിജനെ നമ്മുടെ ബോഡിയിലോട്ട് എടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ബോഡി വർക്ക് ആയിക്കൊണ്ടിരിക്കും. അവസാനം കാർബൺ ഡൈ ഓക്സൈഡിനെ ഫുള്ളി പുറന്തള്ളും. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻലി ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് ആണ് അല്ലേ. എന്താ, ഓക്സിജൻ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് എടുത്തിട്ട് ഓക്സിജൻ ഇൻടേക്ക് എടുക്കും. അങ്ങനത്തെ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്ലീറ്റ്ലി വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പം മെയിൻലി ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയുള്ളത്? പിന്നെ ഉള്ളത് pH ലെവലാണ്, റെഗുലേഷൻ ഓഫ് pH. അതെങ്ങനെയാണ്? ബൈ കൺട്രോളിങ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ. കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ നമ്മുടെ ബോഡിയിലോട്ട് അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് സംഭവിക്കാം. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഓവർ കാർബൺ ഡൈ ഓക്സൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഉറപ്പായിട്ടും മരണം ഉണ്ടാവും. ഓക്കെ, അതേപോലെ വോയിസ് പ്രൊഡക്ഷൻ, നമ്മുടെ ഫോണേഷൻ വിയ ദ ലാർനിക്സ്.
ഈ വോയിസ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ ഇവിടെ ലാർനിക്സ് വഴി ഇവിടെ കൂടെയൊക്കെ നമ്മുടെ ഈ ഒരു ഓക്സിജൻ ഇൻടേക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എവിടെ കൂടെ മെയിൻലി വരുന്നത് നമ്മുടെ മൗത്ത്, പിന്നെ നോസ്. അപ്പോൾ ഈ മൗത്തിൽ കൂടെ ഓക്സിജൻ നമ്മളിങ്ങനെ എടുക്കുന്നത് പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് നോസിൽ കൂടെ നമ്മൾ പുറന്തള്ളുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനാണ് ഓൾഫാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്കിവിടെ എന്തൊക്കെ ഉണ്ട്, ഫിൽറ്റേഴ്സ് ഉണ്ട് ഇതിനകത്തെല്ലാം. നോസിൻ്റെ ഇവിടെ എല്ലാം ഓരോ ഫിൽറ്റേഴ്സ് വഴിയാണ് നമ്മുടെ ലങ്സിലോട്ട് എത്തുന്നത്, റെസ്പിറേറ്ററി സിസ്റ്റത്തിലായിട്ട്. അത് നമ്മുടെ പ്യുവർ ആൻഡ് എന്താ പറയുക ഫിൽറ്റേർഡ് എയർ ആയിരിക്കും നമുക്ക് അവിടെ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ഒരു ഹ്യൂമൻ അനോട്ടമി. നമ്മുടെ ഇതിൽ വരുന്ന പാർട്സ് ആണ് മെയിൻലി വരുന്നത്. എന്തൊക്കെ, നാസൽ ക്യാവിറ്റി പ്ലസ് ഉണ്ട്, അതേപോലെ പാരാനസൽ സൈനസസ് ഉണ്ട്, നോസ്ട്രിൽസ് ഉണ്ട് ഇവിടെ, പിന്നെ ഓറൽ ക്യാവിറ്റി, ഫാർനിക്സ്, ലാർനിക്സ്, ട്രക്കിയ, കാരീനാസ് ട്രാക്കിയ, റൈറ്റ് മെയിൻ ബ്രോങ്കസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരെണ്ണം നമ്മുടെ ലെഫ്റ്റ് ഒരെണ്ണം വരും, ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസ് വരും. പിന്നെ ബ്രോഞ്ചി ഉണ്ട്, അൽവിയോളി ഉണ്ട്, ലെഫ്റ്റ് ലങ്, അതേപോലെ ഇവിടെ റൈറ്റ് ലങ്, പരിറ്റൽ പ്ലൂറ, റിപ്സ്, ഡയഫ്രം. നിങ്ങൾ ഈ പേരൊന്നും ഓർത്ത് പേടിക്കേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എനിക്കൊന്ന് 9th 10th ബയോളജി ടെക്സ്റ്റിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എക്സാമിലൊക്കെ എഴുതിയിട്ടുള്ള സംഭവമാണ്. അതേ ടേംസ് ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളിതൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരിക്കൽ യൂസ്ഫുൾ ആയി തീരും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പാർട്സ്, എന്തൊക്കെ പാർട്സ് ഉണ്ട്, എന്തൊക്കെ പാർട്സുകളാ. ഫസ്റ്റ് വരുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നോസ് ആൻഡ് നാസൽ ക്യാവിറ്റി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പോയിന്റ് ആണ്. അവിടെയാണ് നമ്മുടെ എയർ എൻ്റർ ആവുന്നത്. ഓക്കെ, നോസിൽ എൻ്റർ ആവുന്ന എയർ. ആ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വാമായിട്ട് മോയ്സ്ചർ എയർ ആയിട്ട് നമ്മൾ അതിനകത്തോട്ട് എടുക്കുന്ന ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്നതാണ് ഫാർനിക്സ്. അതാണ് കോമൺ പാസേജ് ഓഫ് എയർ. അവിടെ നാസൽ ക്യാവിറ്റിയും ഈ പറയുന്ന ലാർനിക്സും നമ്മുടെ ഈ തൊണ്ടയുടെ ഇവിടെ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ്. അവിടെ ലാർനിക്സ് ഉണ്ട്, അതാണ് വോയിസ് ബോക്സ്. വോയിസ് ബോക്സ് നമ്മളറിയാം, നമ്മുടെ സൗണ്ട് പുറത്തോട്ട് വരുന്നത് വോയിസ് ബോക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ എയർ ആണ്. ഈ എയർ ആണ് ആ വോയിസ് ബോക്സിൽ പോയിട്ട് നമുക്ക് സൗണ്ടായിട്ട് പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ സൗണ്ട് വരില്ല, എയർ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ പ്രിവെൻറ്റ് ഫുഡ് ഫ്രം എൻറ്ററിങ് ദ എയർ വേ. അതായത് നമ്മുടെ ഇവിടെ ഒരു വിൻ പൈപ്പ് ഉണ്ട്. ആ വിൻ പൈപ്പിലോട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ വിൻ പൈപ്പിൻ്റെ ആ ഭാഗം ഇങ്ങനെ അടയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടഞ്ഞ് കഫ് ചെയ്യും. അപ്പം ആ ഒരു ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിനെ പറ്റി പഠിക്കുന്നത് തന്നെ നല്ല രസമാണ്. അത് നിങ്ങൾ അതിലോട്ട് കൂടുതൽ നമ്മൾ എന്താ പറയുക സെർച്ച് ചെയ്യുക, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുക. അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസ്കവർ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും വലിയ ലോകത്തിലൊരു അത്ഭുതം ഹ്യൂമൻ ബോഡി തന്നെയാണ്. അതിലും വലിയൊരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് ട്രക്കിയയിലാണ് പറഞ്ഞാൽ വിൻ പൈപ്പ്. അവിടെ വിൻ പൈപ്പ് സപ്പോർട്ടഡ് ബൈ കാറ്റിലേജ് റിങ്. അവിടെ നമ്മുടെ എയർ ടു ലങ്സ്, അതായത് നമ്മളിവിടെ കൂടെ പോകുമ്പോഴത്തേക്ക് രണ്ട് പൈപ്പ് ഉണ്ട്. അതിലൊരെണ്ണം വിൻ പൈപ്പാണ്. ഈ വിൻ പൈപ്പിലോട്ടാണ് എയർ നേരെ പോയി ലങ്സിലോട്ട് പോകുന്നത്. ആ ഫുഡൊക്കെ കറക്റ്റ് വിൻ പൈപ്പിൽ പോകാതെ ഡയറക്റ്റ്ലി പോകും. അപ്പോൾ നമ്മളിങ്ങനെ കിടന്ന് കഴിക്കുന്ന സമയത്ത് നേരെ ചിലപ്പോൾ വിൻ പൈപ്പിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ചുമയ്ക്കും, അല്ലെങ്കിൽ തലയിൽ കയറും, അല്ലെങ്കിൽ മണ്ടേ കയറും എന്നൊക്കെ പറയില്ലേ, ആ സംഭവം അതാണ്. ഓക്കെ, അടുത്ത് വരുന്നത് ബ്രോഞ്ചി നമുക്ക് 2 എണ്ണം ഉണ്ട്. 2 മെയിൻ ബ്രാഞ്ച് ഉണ്ട്. എൻട്രിങ് ലങ്സ് ഡിവൈഡഡ് ഇൻറ്റു ബ്രോഞ്ചിയോൾസ്. ഓക്കെ, ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മളിപ്പം അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള സ്മോക്ക് എയർ ഒക്കെ കയറാറുണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട്. അത് നേരെ ചെല്ലുന്നത് ഈ ബ്രോഞ്ചിയിലും ഈ ബ്രോഞ്ചിയോൾസിലൊക്കെ ആയിരിക്കും. അവിടെ പോയിട്ട് ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ഫിൽറ്റേർഡ് ആയിട്ട് സാക്കായിട്ട് നമ്മളതിൽ ഹ്യൂമൻ ബോഡിയിൽ കെട്ടി നിൽക്കും. എന്നിട്ട് ഇത് വേസ്റ്റ് ആയിട്ട് തന്നെ പോവും. ഓവർ ആവുന്ന സമയത്ത് അത് നമുക്ക് പല അസുഖങ്ങളിലോട്ടും വരും. അപ്പോൾ അതുകൊണ്ടാണ് ചിലർ പുറത്തിറങ്ങുമ്പോഴത്തേക്കും മാസ്ക് ഒക്കെ യൂസ് ചെയ്യണം, എന്നാൽ കുറേ എയർ അൺഫിൽറ്റേർഡ് എയർ ഒക്കെ അവിടെ പോവും എന്നൊരു സംഭവം നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് അൽവിയോൾ. അത് ടൈനി എയർ സാക്സ് വിത്ത് തിൻ വാൾസ്, സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ അൽവിയോളിലാണ് നമ്മളവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് മെയിൻലി വരുന്നത്. ഓക്സിജൻ കറക്റ്റ്ലി ഇൻടേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആ ഒരു ഇത് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ മെയിൻ പാർട്ടാണ്, അത് ലങ്സ് ആണ്. ലങ്സ് എന്തൊക്കെയുണ്ട് നിങ്ങൾക്കറിയാം, 2 ലങ്സ് ഉണ്ട്. റൈറ്റ് ലങ്സ് ഉണ്ട്, ലെഫ്റ്റ് ലങ്സ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ലങ്സിൽ 3 ലോബ്സ് വരുന്നുണ്ട്. അതേപോലെ ലെഫ്റ്റ് ലങ്സിലാകുമ്പോഴത്തേക്കും 2 ലോബ്സ് ആണ് വരുന്നത്. അതൊരു പ്രൊട്ടക്റ്റീവ് മെമ്പർ വഴി കവർ ആയിട്ടുണ്ട്, അത് പ്ലൂറ എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു മെമ്പറൈനായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി വരുന്നത്. പിന്നെ നമുക്ക് നേരെ അടുത്തതിലോട്ട് പോവാം. കാർഡിയോ വസ്കുലാർ സിസ്റ്റം. കാർഡിയോ എന്ന് പറയുമ്പോഴേ നമുക്ക് അറിയാം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹാർട്ട് റിലേറ്റഡ് വരുന്നതാണ്. ദ കാർഡിയോ വസ്കുലാർ സിസ്റ്റം
is also called circulatory system. It's the body transport network. Its primary role is to circulate blood through the body to deliver oxygen and nutrients and to remove waste products. അപ്പോൾ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ ബ്ലഡ് കംപ്ലീറ്റ്ലി ഹാർട്ട് വെച്ച് പമ്പ് ചെയ്ത് നമ്മുടെ ഓക്സിജൻ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡി, അതായത് തലനെറ്റി തൊട്ട് നമ്മളെ കാൽ പാദം വരെ എത്തിക്കാനായിട്ടുള്ള കംപ്ലീറ്റ് ഓക്സിജൻ ന്യൂട്രിയൻസും പോകുന്നത് ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റം പ്രകാരമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഫ്രം ലങ്സ് ടു ടിഷ്യൂസ്, പിന്നെ അതേപോലെ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂസ് ടു ലങ്സ്, ഡെലിവറി ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, റിമൂവൽ ഓഫ് മെറ്റബോളിക് വേസ്റ്റ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ പ്രകാരമായിരിക്കും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ വേറെ ഉണ്ട് ഹോർമോൺ ട്രാൻസ്പോർട്ട് ഫോർ റെഗുലേഷൻ ആൻഡ് കോർഡിനേഷൻ, തെർമോ റെഗുലേഷൻ, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, ഒരു മിനിമം ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം, വൈറ്റ് ബ്ലഡ് സെൽസും അതേപോലെ റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫുള്ള് ഇതിനകത്താണ്. അതായത് നമ്മൾ വേറെ അണുക്കളൊന്നും നമ്മുടെ ബോഡിയിൽ കയറാതെ, അതാണ് പെട്ടെന്ന് നമുക്ക് ചിലതൊന്നും പനിയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ പറയും അവൻ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ്. ആ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിൻ്റെ കാരണമൊക്കെ ഇതാണ്. പിന്നെ ബ്ലഡ് പ്രഷർ റെഗുലേഷൻ, BP ഒക്കെ നമുക്ക് നോർമലാക്കി വെക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യാത്തവർക്കാണ് മെയിൻലി വരുന്ന കുറേ ഡിസീസസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഹാർട്ട് അറ്റാക്ക്, പിന്നെ വരുന്നതാണ് സ്ട്രോക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രായമായവർക്കൊക്കെ സ്ട്രോക്ക് വരും. അതിന് ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും മെയിൻലി വരാനായിട്ടുള്ള റീസൺ നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ഉള്ള പലർക്കും ഫിസിക്കലി ഉള്ള ഒരു വർക്കൗട്ട്സോ എക്സസൈസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് അത് പ്രായമായവർക്ക്, അവർക്ക് വീട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോൾ മരുന്നും കഴിച്ച് ആ ഒരു രീതിയിലായിരിക്കും. അപ്പം നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സെൽസ് പോകുന്ന ഈ ഭാഗത്തെല്ലാം അടിഞ്ഞ് തീരുമ്പോഴത്തേക്കും നമ്മൾ അറിയത്തില്ല, പമ്പിങ് ഒരു ടൈമിൽ അങ്ങ് നിൽക്കും. അപ്പം ഹാർട്ടിൻ്റെ പമ്പിങ് നോർമൽ അല്ലാത്തത് കാരണം പമ്പിങ് നിൽക്കുകയും നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഇതാരും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രായമായവരുടെ അടുത്ത് കറക്റ്റ്ലി അവർ ചെക്കപ്പൊക്കെ ചെയ്ത് അവരുടെ BP ഇതെല്ലാം നോർമലാണോ, ബ്ലഡൊക്കെ നോർമലാണോ, കൗണ്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എല്ലാവരും കറക്റ്റായിട്ട് അവരുടെ ഹെൽത്ത് ചെക്ക് ചെയ്ത് പോവുക. പിന്നെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങുക, എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. ഡെയിലി ഒരു 2 hours ആയിട്ട് ജിമ്മോ വർക്കൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും യോഗ, കാലിസ്തനിക്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു വർക്കൗട്ടിലോട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിങ്ങൾ അതിലോട്ട് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ എന്തെങ്കിലുമൊക്കെ കാര്യം, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് നമ്മൾ അതിലോട്ട് തിരിയും. അതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി ചെയ്യുക, മിനിമം 1 hour എങ്കിലും. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാതെ നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെയിൻലി ഞാൻ പറഞ്ഞത് ഈ ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് അറിയോ? നമുക്ക് മെയിൻലി പറഞ്ഞത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ഇതൊക്കെ ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞത് പോയിൻ്റായിട്ട് ജസ്റ്റ് എഴുതുക. പിന്നെ വരുന്നത് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ ഫുൾ ബ്ലഡ് വഴി എത്തിക്കുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. പിന്നെന്താ ഹോർമോൺസ് അല്ലേ, ഹോർമോൺസ് എത്തിക്കുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. അതേപോലെ നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സ് അതും കാർഡിയോവാസ്കുലർ സിസ്റ്റം പ്രകാരമായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം റെഗുലർലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുക. അപ്പം ആ ഒരു ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ എന്താ പറയുക WBC ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് ഡിഫെൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും, എല്ലാ അസുഖങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കറൻ്റ്ലി വരുന്നത്. ഇനി കമ്പോണൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, അതായത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്? മെയിൻലി 3 എണ്ണ വരുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, ഹാർട്ട്, ബ്ലഡ്, അതേപോലെ ബ്ലഡ് വെസൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 സാധനങ്ങളാണ് വരുന്നത്. ഓക്കെ, ഇതിലോട്ട് പോകാം. ആദ്യത്തെ വരുന്നത് ഹാർട്ടാണ്. ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി നിങ്ങൾക്ക് അറിയായിരിക്കും, ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, അതിനൊരു ഹോളോ ടൈപ്പ് സ്ട്രക്ചറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതാണ് ഹാർട്ടിൻ്റെ ഫിഗർ. നമ്മുടെ ഒരു ഫിസ്റ്റ്, അതായത് നമ്മുടെ ഒരു കൈയിൻ്റെ ഒരു വലിപ്പമാണ് ഒരു ഹാർട്ടിന് വരിക. ഓക്കെ,
അത് മേഡപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് മസിലാണ്, കാർഡിയാക് മസിൽ എന്ന് പറയും. അപ്പം ചിലപ്പോൾ പറയും അയ്യോ ആ ചേട്ടൻ കാർഡിയക് അറസ്റ്റ് വന്നു, കറക്റ്റ് ടൈം CPR കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. അപ്പോൾ ആ കാർഡിയാക് മസിൽ കൊണ്ടുണ്ടെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക, കാർഡിയാക് അറസ്റ്റ്. ഓക്കെ. അപ്പം എൻക്ലോസ്ഡിനെ സാക്ക് കോൾഡ് പെരികാർഡിയം, അതായത് ഇതൊരു ലെയർ വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, പെരികാർഡിയം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇതേപോലെ ഇതിന് മെയിനായിട്ട് 3 ലെയേഴ്സ് ഉണ്ട്: എൻഡോകാർഡിയം, മയോകാർഡിയം, പെരികാർഡിയം. ഓക്കെ. അപ്പോൾ ഇത് 3 ടൈപ്പ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇന്നറിനെ പറയുന്നതാണ് എൻഡോകാർഡിയം. ഓക്കെ. ഇന്നറിനെ പറയുന്നതാണ് എൻഡോകാർഡിയം. അതേപോലെ ഈ മയോകാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും തിക്ക് മസിൽസ് ഉണ്ടല്ലോ, അതിനെയാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയം എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ടർ പോർഷനാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. അങ്ങനെ 3 ടൈപ്പ് സാധനങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബ്ലഡ് പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അതായത് ലങ്സിലോട്ട് ഓക്സിജൻ്റെ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് ഇതിൽ മെയിൻലി ഉള്ളത്. ഇതിൽ നമ്മുടെ ഈ മയോകാർഡിയമാണ് ഈ കോൺട്രാക്ഷൻ നമ്മളെ സഹായിക്കണം. അതായത് ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ നിൽക്കാനായിട്ട് മയോകാർഡിയത്തിൻ്റെ ആ തിക്ക് മസിൽസ് യൂസ് ചെയ്ത്, അതായത് അതിൻ്റെ ആ ഒരു കോൺട്രാക്ഷനും ആ ഒരു റിഫ്ലക്ഷനിലുമാണ് ഇത് പമ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മെയിൻലി ഹാർട്ടിനെ പറ്റി പറയാനുള്ളത്. ഇതാണ് ഹാർട്ടിൻ്റെ ഫിഗർ. ഇവിടെ മെയിൻലി വരുന്നത് പുൾമോണിക് വാൾവ് ഉണ്ട്, അതേപോലെ ഇവിടെ റൈറ്റ് ആട്രിയം ഉണ്ട്, നമ്മുടെ താഴെയായിട്ട് റൈറ്റ് വെൻട്രിക്കിൾ വരും, നമ്മുടെ ലെഫ്റ്റിലായിട്ട് ലെഫ്റ്റ് ആട്രിയം വരും, അതേപോലെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ഓക്കെ. അതേപോലെ മിട്രൽ വാൾവ്, അത് ഈ ലെഫ്റ്റ് ആട്രിയത്തിൻ്റെയും അതേപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ വരുന്നൊരു സാധനമാണ്. പിന്നെ അരോട്ടിക് വാൾവ് ഉണ്ട്, അത് ഏകദേശം ഈ സെൻട്രൽ പോർഷനിലായിട്ട് വരും, ലെഫ്റ്റ് ആട്രിയത്തിൻ്റെ താഴെയായിട്ട് വരും. പിന്നെ റൈറ്റ് ആട്രിയം ഉണ്ട്, ട്രിക്സ്പ്യൂഡി വാൾവ് ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഒരു ഹാർട്ടിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ബയോളജിക്കൽ ടേംസ്. ഹാർട്ട് ചേമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി 4 എണ്ണം ഉണ്ട്. ഓക്കെ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, 2 ആട്രിയയും അതേപോലെ 2 വെൻട്രിക്കിളും. ഓക്കെ. അപ്പം മെയിൻലി 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 4 ചേമ്പേഴ്സിൽ ടോട്ടൽ 2 ആട്രിയത്തിൽ റൈറ്റ് ആട്രിയമാണ് നമുക്ക് ഓക്സിജൻ, അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിസീവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പം ലെഫ്റ്റ് ആട്രിയത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ എത്തിക്കുക എന്നുള്ളതാണ്, ഓക്സിജൻ ഉള്ള ബ്ലഡിനെ ലങ്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് നമ്മുടെ 2 വെൻട്രിക്കിൾ ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലോട്ട് എത്തിക്കുക, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ജോലി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബോഡിയിലോട്ട് എത്തിക്കുക. ഞങ്ങളിത് തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നോ, പൾമിനറി സർക്കുലേഷനും പിന്നെ സർക്കുലേറ്ററി സർക്കുലേഷൻ, അങ്ങനെ 2 സംഭവമില്ലേ, അത് ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ വരുന്നത് ഹാർട്ട് വാൾവ്സ് ആണ്. ഹാർട്ട് വാൾവ്സിൽ എന്തൊക്കെയുള്ളത്? ട്രിക്സ്പ്യൂഡി വാൾവ് നമ്മൾ ഇപ്പോൾ ആ ഫിഗറിൽ കണ്ടായിരുന്നു, അതിരിക്കുന്നത് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിളുടെ ഇടയിൽ ഇരിപ്പുണ്ട്. അത് ചെയ്യുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം ദ റൈറ്റ് ആട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ. അത് നമ്മുടെ ബ്ലഡിൻ്റെ പുറകോട്ടുള്ള ഫ്ലോയിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും. അപ്പം ആ കറക്റ്റ് ഫ്ലോ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത് വരുന്നത് പുൾമിനറി വാൾവാണ്. അത് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമിനറി ആർട്ടറി. നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമിനറി ആർട്ടറിൻ്റെയും നമ്മുടെ ഇടയിലായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഓപ്പൺസ് ടു അലോ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഫ്ലോ ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ടു ദ ലങ്സ് ഫോർ ഓക്സിജനേഷൻ ആൻഡ് ക്ലോസസ് ടു പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ. അത് സെയിം തന്നെ ചെയ്യുന്നത് നമ്മുടെ ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ഫ്ലോ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇനി അതേപോലെ തന്നെ മിട്രൽ വാൾവ് ഉണ്ട്. അത് നമ്മുടെ ലെഫ്റ്റ് ആട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായിട്ടിരിക്കുന്ന ഒരു ഇതാണ് മിട്രൽ വാൾവ് എന്ന് പറയുമ്പോഴത്തേക്കും. അത് ചെയ്യുന്നത് സെയിം ടാസ്ക്കാണ്. നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിനെ വിത്തൗട്ട് ഫ്ലോയിങ് ബാക്ക്വേർഡ്, അതായത് ബ്ലഡ് ഫ്ലോ എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഈ ബാക്ക്വേർഡിലോട്ട് ആവാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതിന് ഹെൽപ്പ് ചെയ്യുന്ന 3 വാൾവാണ് ട്രിക്സ്പ്യൂഡി വാൾവും പൾമിനറി വാൾവും മിട്രൽ വാൾവും. ഓക്കെ. ഇനി ഒരെണ്ണമുണ്ട് അരോട്ടിക് വാൾവ്. അരോട്ടിക് വാൾവ് എന്ത് ചെയ്യുന്നത്? ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അരോട്ട. ഇറ്റ് ഓപ്പൺസ് ടു അലോ ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഫ്ലോ ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ into the aorta for distribution to the rest of the body and closes to prevent backflow in the heart.
അപ്പോൾ ഇതൊക്കെ ഫ്ലോയിനെ കീപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 4 വാൾവ്സ് ആണ്. കാരണം ഈ ഹാർട്ടിലാണ് വാൾവ്സ് ഫുള്ള് വരുന്നത്. ഈ വാൾവ്സ് ആണ് ബ്ലഡിനെ ഫുള്ള് കൺട്രോൾ ചെയ്യാറുള്ളത്. ബ്ലഡിൽ ബാക്ക് ഫ്ലോ വരാതിരിക്കാൻ വേണ്ടി ഓരോന്നിനെയും ഓരോ വാൾവിനെയും ഓരോ വെൻട്രിക്കലിൻ്റെയും ഓരോ ആർട്ടറിയത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ഫ്ലോ കീപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി പറഞ്ഞത് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് വരുമ്പോഴത്തേക്ക് മെയിൻലി ഉള്ളത് നമുക്ക് നാരോ ട്യൂബ്സ് ആയിരിക്കും. അത് നമ്മുടെ ബ്ലഡിനെ ബോഡിയിലോട്ട് എത്തിക്കാനായിട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബ്ലഡ് വെസൽസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞാണ് ആർട്ടറീസ്. ആർട്ടറീസ് ആണ് നമ്മുടെ ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട് ടു ദ ബോഡി. ദേ ഹാവ് തിക്ക് എലാസ്റ്റിക് വാൾസ് ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ, ക്യാരീസ് അബൌട്ട് 13% ഓഫ് ബ്ലഡ് അറ്റ് റെസ്റ്റ്. നമ്മൾ റെസ്റ്റിലായിരിക്കുമ്പോഴും 13% ഓഫ് ബ്ലഡ് മെയിൻലി കൊണ്ടുപോകുന്നത് ആർട്ടറീസ് ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടറീസിന് മെയിൻ റോൾ ഉണ്ട് നമ്മുടെ ബ്ലഡിനെ കൊണ്ടുപോകുന്നത്. പിന്നെ വരുന്നത് കാപ്പിലറീസ്. കാപ്പിലറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ ബ്ലഡ് വെസലാണ്. അതാണ് നമ്മുടെ ആർട്ടറീസിനെ കണക്ട് ചെയ്യുന്ന വെയിൻസിലോട്ട്. അപ്പോൾ നമ്മുടെ ആർട്ടറീസിനെ കണക്ട് ചെയ്യുന്ന വെയിൻസിലോട്ട് കാപ്പിലറീസ് ആണ്. ഓക്കെ, കാപ്പിലറീസിൽ തിൻ വോളാണ്, അലോ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. അപ്പോൾ ഈ സ്മോൾ ബ്ലഡ് വെസൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇത് ഏകദേശം മെയിൻലി 7% ബ്ലഡാണ് റെസ്റ്റിലാകുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാൾസിൽ തിക്ക് ആൻഡ് ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ, കാർബൺ ഡൈഓക്സൈഡ്, ന്യൂട്രിയൻ. അപ്പോൾ ഈ പറയുന്ന കാപ്പിലറീസ് ആണ് നമ്മുടെ ഈ ബോഡി കംപ്ലീറ്റ്ലി ബോഡി ഫുള്ള് പോകുന്നത്. ഈ കാപ്പിലറീസിൽ കൂടെ ചെറിയ ചെറിയ തിൻ നാരോ ടൈപ്പ് ഓഫ് ട്യൂബ് പോലെ പോകുന്നുണ്ട്. ഇതുവഴി നമ്മുടെ ഓക്സിജനും ന്യൂട്രിയൻസും ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുകയാണ്. അപ്പോൾ ഇത് നമ്മളൊന്നും അറിയുന്നില്ല, നമ്മളിത് പഠിക്കുമ്പോഴേക്കും ഇതിനെപ്പറ്റി അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ആയി ബോഡിയിൽ ഫുൾ എത്തിക്കുന്നുണ്ട്. അടുത്ത് വരുന്നത് വെയിൻസ് ആണ്. വെയിൻസ് വരുന്നത് ക്യാരി ഓക്സിജൻ ഡിപ്ലീറ്റഡ് ബ്ലഡ് ബാക്ക് ടു ദ ഹാർട്ട്. അതായത് നമ്മുടെ ഓക്സിജനെ ഹാർട്ടിലോട്ട് എത്തിക്കുന്നത് ഫുള്ള് നമ്മുടെ ഈ വെയിൻസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡ് ഇങ്ങനെ പോയി പമ്പ് ചെയ്യും, തിരിച്ചു വരും, പമ്പ് ചെയ്യും, തിരിച്ചു വരും. ഇത് സെയിം പ്രോസസ്സ് ഇങ്ങനെ മെഷീൻ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രോപ്പർലി നല്ല പമ്പിങ്ങും നല്ല പ്യൂരിഫൈഡ് ബ്ലഡും പോകണമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന് പറയും ഇന്ധനം ഒഴിച്ചു കൊടുക്കുക, അല്ലേ? ഇപ്പോൾ നമ്മളൊരു വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് ഫ്യൂവൽ കൊടുക്കണം. ഫ്യൂവൽ കൊടുക്കാത്ത പക്ഷം വണ്ടി മൂവ് ചെയ്യില്ല. അപ്പോൾ പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് അത് നിങ്ങൾ കൺസ്യൂം ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബോഡിയിൽ ബ്ലഡ് പ്രോപ്പർലി പമ്പ് ചെയ്യുള്ളൂ, എന്നാലേ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ചിന്തിച്ചോരോന്ന് എഴുതാനും പറയാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ മെയിൻലി 64% ഓഫ് ബ്ലഡ് നമ്മൾ യൂസ് ചെയ്യണം ട്രസ്റ്റിൽ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെയിൻസ് ആണ്. ഓക്കെ, ലാർജ് വെയിൻസ് ആർ സിറ്റുവേറ്റഡ് നിയർ ദ സ്കെൽറ്റൽ മസിൽസ്. വെയിൻസ് ഹാവ് വാൾവ്സ് ദാറ്റ് പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്, ക്യാരി ബ്ലഡ് ടു ഹാർട്ട് ഫ്രം ദ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ ബോഡി. അപ്പോൾ വെയിൻസ് നമ്മുടെ എല്ലാ ഡിഫറെൻറ്റ് ബോഡീസിലും യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിൻലി യൂസ് ചെയ്യുന്നത് സ്കെൽറ്റൽ മസിൽസിലാണ്. സ്കെൽറ്റൽ മസിൽസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് പമ്പിങ് ആവശ്യമുള്ളത്, കാരണം ബ്രെയിൻ അവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ആർട്ടറീസ് 13% യൂസ് ചെയ്യുന്നുണ്ട്, കാപ്പിലറീസ് 7% യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏതാ നമ്മുടെ വെയിൻസ് 64% യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പേഴ്സൻറ്റേജിന് കണക്ക് വരുന്നത്. ഓക്കെ, അതിൽ വെയിൻസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഫിഗേഴ്സ്. ഇത് കണ്ടോ, ഫ്രം ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത ആർട്ടറി, കാപ്പിലറീസ്, വെയിൻസ് ടു ഹാർട്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി നടന്നുകൊണ്ടിരിക്കും, ഇത് നിർത്തത്തില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് ബ്ലഡിനെ പറ്റിയാണ്. ഓക്കെ, ബ്ലഡിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞതെല്ലാം ബ്ലഡ് വെസൽസിനെ പറ്റിയാണ്. ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കൊണ്ടുപോകുന്ന വഴി ഏതൊക്കെയാണെന്നാണ് പഠിച്ചത്. ഇനി ബ്ലഡിനെ പറ്റി പഠിക്കാം. ബ്ലഡിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ബ്ലഡിൽ ഫസ്റ്റ് വരുന്ന സംഭവമാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഓഫ് ദ എന്താ പറയുക ലിക്വിഡ് കമ്പോണൻ്റ് ആണ്. അപ്പം അത് മെയിൻലി നമ്മുടെ വാട്ടറിൽ ലിക്വിഡ് കമ്പോണൻ്റ് ഓഫ് ബ്ലഡ് മോസ്റ്റ്ലി വാട്ടർ അബൌട്ട് 90%. ഓക്കെ, അപ്പോൾ പ്ലാസ്മയിലാണ് നമ്മളെ മെയിൻലി ഉള്ള ബോഡിയിൽ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കണം. ഏതൊക്കെയുണ്ട്? പ്രോട്ടീൻസ്, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ് ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ്. ഓക്കെ, പ്രോട്ടീൻസ് എന്താ നമുക്കറിയാം. പ്രോട്ടീൻസ് നമ്മളെ ബോഡിയെ മസിൽസിനെ നമുക്ക് എന്താ ഗ്രോ ആക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ കുറച്ചുകൂടെ എൻഡുറൻസ് കൂട്ടുക, എല്ലാം റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ പ്രോട്ടീൻസ് ആണ്. പിന്നെ ഇലക്ട്രോലൈറ്റ്സ്, നമ്മൾ തീരെ ടയേർഡായിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് എനർജി തരും. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാം. ഹോർമോൺസ് നമ്മുടെ ഗ്രോത്തിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഓക്കെ, അതേപോലെ വേസ്റ്റ് പ്രോഡക്ട്സ്, നമുക്ക് നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാം ലാസ്റ്റ് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള വേസ്റ്റ് പ്രോഡക്ട്സ്, നമുക്ക് വേണ്ടാത്തൊരു കാര്യം. ഓക്കെ,
ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ്, ഹോർമോൺസ് ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ് ത്രൂ ഔട്ട് ദ ബോഡി. ഇതെല്ലാം പ്ലാസ്മ വഴിയാണ്. ഓക്കെ, ബ്ലഡ് സെൽസ് മെയിൻലി 3 എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിത്രോസൈറ്റ്സ് ആണ്. അത് നമ്മളെ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് റെഡ് ബ്ലഡ് സെൽസിൽ ചെയ്യുന്ന. പിന്നെ വരുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അതാണ് ലൂക്കോസൈറ്റ്സ്. അത് നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും, അതായത് വലിയ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസസ് അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്, ത്രോംബോസൈറ്റ്സ്. അത് നമ്മളെ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ വൂണ്ട് ഹീലിംഗ്, നമുക്കൊരു മുറിവുണ്ടായി, നമ്മളല്ലെങ്കിൽ വീണ് വലിയൊരു മുറിവായിരിക്കും ആഴത്തിലുള്ള, അത് നമ്മളെ അതായത് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പഴയ സ്കിന്നൊക്കെ വരണതിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി 2 എണ്ണം പറഞ്ഞത്. പ്ലാസ്മ വരും, അതേപോലെ ബ്ലഡ് സെൽസ് വരും. ഓക്കെ, അപ്പോൾ ഇത് 2 വരുമ്പോഴത്തേക്ക് 100% ബ്ലഡിൻ്റെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹ്യൂമൻ ബോഡിക്ക് കൊടുക്കുന്ന ഫുഡും നമ്മുടെ കംപ്ലീറ്റ്ലി ലൈഫ് സ്റ്റൈലും പ്രകാരമായിരിക്കും നമ്മുടെ ബ്ലഡ് പമ്പിങ്ങും ബ്ലഡിൻ്റെ ക്വാളിറ്റിയും ബ്ലഡിൻ്റെ കൗണ്ടും ഇതെല്ലാം വർദ്ധിക്കുന്നത്. നല്ല ഫുഡ് കഴിച്ച് നല്ല റിക്കവറായി നല്ല സ്റ്റാമിന നല്ല ഓടി നടക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്കൊരു അസുഖവും വരില്ല, ഒരു മുറിവ് വന്നാൽ പോലെ പെട്ടെന്ന് ഉണങ്ങും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത് വരുന്നത് കാർഡിയോ വസ്കുലാർ സിസ്റ്റം. അതിൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെ? ഹാർട്ട് റേറ്റ്, നമ്പർ ഓഫ് കോൺട്രാക്ഷൻ പെർ മിനിറ്റ്, അതാണ് ഹാർട്ട് റേറ്റ്. ഓക്കെ, സ്ട്രോക്ക് വോളിയം, ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് വിത്ത് ഈച്ച് കോൺട്രാക്ഷൻ, അപ്രോക്സിമറ്റ്ലി 60 to 70 ml ഓഫ് ബ്ലഡ്. ഒരു സ്ട്രോക്കിൽ ഏകദേശം 60 to 70 ml വോളിയം ബ്ലഡിലോട്ട് പമ്പ് ചെയ്യും. ഓക്കെ, അതേപോലെ കാർഡിയോക്ക് ഔട്ട്പുട്ട്, ദ ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് പെർ മിനിറ്റ് അബൌട്ട് 5 ലിറ്റർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഏകദേശം 5 ലിറ്റർ നമ്മളെ ബോഡി കാർഡിയോക്ക് ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിതെല്ലാം അറിയുന്നുണ്ടോ? ബ്ലഡ് പ്രഷർ, ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ആർട്ടറീസ്. ഓക്കെ, അതാണ് ബ്ലഡ് പ്രഷർ, BP. ബ്ലഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എങ്ങനെയാണ് ബ്ലഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്? നമ്മൾ ബ്ലഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വരുമ്പോഴത്തേക്കും മെറ്റാബോളിക്കലി ആക്ടിവിറ്റി ടിഷ്യൂ റിസീവ്ഡ് മോർലി ബ്ലഡ് സപ്ലൈ ഡ്യൂ ടു ഹയർ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബ്ലഡ് നമ്മളെ കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഓക്സിജൻ ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെ, ഏറ്റവും കൂടുതൽ വേണ്ടത് കുറവ് എവിടെയെന്ന് നമ്മളല്ല പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ബ്ലഡ് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കുറവുള്ളിടത്ത് എത്തിക്കുക എന്നുള്ള സംഭവം. അപ്പോൾ അതിന് ഒരു റെഗുലേഷനും ഒരു കൺട്രോളിങ് സിസ്റ്റവും നമ്മുടെ ബോഡിയിലുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വണ്ണാണ് ഇൻട്രിൻസിക് റെഗുലേഷൻ, അതായത് ലോക്കൽ കൺട്രോൾസ്. ലോക്കൽ കെമിക്കൽ ഫാക്ടേഴ്സ് സച്ച് ആസ് low oxygen, high carbon dioxide and metabolic byproducts, example lactic acid, cause vasodilation and increase in blood flow. Vasodilation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ അതിങ്ങനെ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും, കോൺട്രാക്റ്റിംഗ് ആൻഡ് റെഡ്യൂസിങ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സംഭവം നടക്കുന്ന ടൈമിൽ നമ്മളെ ഈ ഒരു ബ്ലഡിനെ നമ്മളെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയാണ് മെയിൻലി ഇത് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ബോഡിയിൽ ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് എത്തിക്കണമായിരിക്കും ബ്ലഡ്. അപ്പോൾ ആ സമയത്ത് ഈ വാസോഡിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ബ്ലഡിനെ കൂടുതൽ പമ്പ് ചെയ്ത് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ റെഗുലേഷനാണ്, അതായത് ലോക്കൽ കൺട്രോളാണ്. ഇത് എപ്പോഴാണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയത് നമ്മുടെ പമ്പൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും, അപ്പോൾ വെയിനൊക്കെ പെട്ടെന്ന് പോപ്പായി നിൽക്കും. അതിൻ്റെ കാരണം തന്നെ ഈ ഒരു ഇൻട്രിൻസിക് റെഗുലേഷനാണ്. പറഞ്ഞു ഡ്യൂറിങ് എക്സസൈസ് വർക്കിംഗ് മസിൽസ് പ്രൊഡ്യൂസ് മോർ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ലാക്റ്റിക് ആസിഡ് വിച്ച് കോസ് ലോക്കൽ ബ്ലഡ് വെസൽ ടു ഡൈലേറ്റ് ഇൻക്രീസിങ് ബ്ലഡ് സപ്ലൈ ടു ദോസ് മസിൽസ്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് വെസൽസ് വലുതാവുകയും അതായത് വാസോഡിലേഷൻ നടക്കുകയും അത് നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് എക്സ്ട്രീനിസിക് റെഗുലേഷനാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് കൺട്രോൾഡ് ബൈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അത് സിസ്റ്റമാറ്റിക് കൺട്രോളാണ്, അതായത് കംപ്ലീറ്റ് നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ റെഗുലേഷന് അത് നമ്മുടെ നെർവസ് സിസ്റ്റം ആയിരിക്കും മെയിൻലി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഹ്യൂമൻ ബോഡി സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് കൺട്രോൾ ത്രൂ ദ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, പെർട്ടിക്കുലർലി ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഹോർമോൺസ് ഡയറക്ട്ലി ബ്ലഡ് ഫ്ലോ ടു കീ ഏരിയാസ് ഡ്യൂറിങ് സ്ട്രെസ്, റെസ്റ്റ് ഓർ എക്സസൈസ്. നമുക്കൊരു സ്ട്രെസ് വരെ അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റിൻ്റെ ടൈമിലോ എക്സസൈസിൻ്റെ ടൈമിലോ ആ സമയത്ത് നമ്മുടെ ബാക്കി എല്ലാ ബോഡി പാർട്സും ഇത്
റെസ്റ്റിലാണെങ്കിലും നെർവസ് സിസ്റ്റം വർക്കിംഗ് ആയിരിക്കും, അതിങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ നെർവസ് സിസ്റ്റം മെയിൻലി ബ്ലഡിനെയൊക്കെ ആ ടൈമിൽ എവിടെയൊക്കെ ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ എത്തിക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, ആ സമയത്ത് നമ്മൾ ബോഡി കംപ്ലീറ്റ്ലി ഇതാണെങ്കിലും ഹാർട്ട് ഇതൊക്കെ പമ്പിങ് ആയിരിക്കും. കാരണം ഹാർട്ട് ഒരിക്കലും റെസ്റ്റ് ആവത്തില്ല. ഹാർട്ട് പമ്പിങ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ മരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഹാർട്ടിൻ്റെ ആ പമ്പിങ് നിൽക്കുന്നേ ഇല്ല, കംപ്ലീറ്റ്ലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ആക്ടിവിറ്റി ആവുന്ന സമയത്ത്, അതായത് നിങ്ങളിപ്പോൾ കോളേജിൽ പോകുന്ന ഒരാളായിരിക്കും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, ആ ടൈമിൽ അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് അതിന് റെസ്റ്റ് വേണം. അതുകൊണ്ടാണ് മിനിമം ഉറങ്ങണം. 7 മണിക്കൂർ ടു 9, അല്ലെ 7 മണിക്കൂർ ടു 9 മണിക്കൂർ വേണ്ട, ഒരു 6 to 7 hours മിനിമം ഉറങ്ങിയിരിക്കണം. എന്നാലേ ഹാർട്ട് അതേപോലെ ബാക്കി പാർട്സിനൊക്കെ ആ ഒരു ടൈമിൽ ബ്ലഡ് ലെവല് കുറച്ച് വർക്ക് ചെയ്താൽ മതി, എന്നാൽ സർക്കുലേഷൻ പ്രോപ്പർലി നടക്കുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് കറക്റ്റ് ടൈമിന് ഉറങ്ങണം. എന്നാലേ നമ്മുടെ ഹ്യൂമൻ പാർട്സിന് ഇടയ്ക്കൊരു റെസ്റ്റ് ആവുള്ളൂ. കാരണം 24 hours വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് കൊടുത്തിട്ടില്ല. During exercise, the sympathetic nervous system increase, causing vasodilation in non-active tissue like the digestive system and vasodilation in active muscles to optimize performance. കണ്ടോ, നമ്മുടെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻലി വാസോഡിലേഷൻ എന്ന പ്രോസസ്സ് വഴി ബ്ലഡിനെ കൂടുതലായിട്ട് ഫ്ലോ ചെയ്ത് നമ്മുടെ ആക്റ്റീവ് അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ എത്തിച്ച് അതിനെ നമ്മൾ കൂടുതൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റമാണ്. മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ മെയിൻലി വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട്, മൂവ്മെൻറ്റ്, അതേപോലെ പ്രൊട്ടക്ഷൻ, അതിൻ്റെ സ്റ്റെബിലിറ്റി. ഇപ്പം നമുക്ക് ഈ നമ്മുടെ ഹ്യൂമൻ ബോഡീസിൽ ഫുള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം കൊണ്ടാണ്. ഈ സ്കെൽറ്റൽ സിസ്റ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ അനാട്ടമി, പോസ്ചർ, ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്ന ചരിഞ്ഞ്, ഓക്കെ, അപ്പോൾ ഇതൊരു പോസ്ചർ കീപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. അതായത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ സ്കെൽറ്റൽ സിസ്റ്റമാണ്. എൻ്റെ സ്കെൽറ്റൽ സിസ്റ്റത്തിന് ഉള്ള ബോൺ ഇൻറ്റൻസിറ്റി അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രോപ്പർലി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫ്രെയിം വർക്കിന്, അതായത് ഓരോരുത്തരുടെ ബോഡിയുടെ അനാട്ടമിയാണ് മനസ്സിലാവും. അവർ പ്രോപ്പർലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ അനാട്ടമിക്ക് ഒരു പ്രത്യേക ഭംഗിയൊക്കെ കാണും, ഇല്ലേ? അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ്, അതേപോലെ നമ്മൾ നടക്കുമ്പോഴത്തേക്കും, നമ്മളെ ചിലർ നടക്കുമ്പോഴത്തേക്ക് കാല് കൂട്ടിമുട്ടാറുണ്ട്. അപ്പോൾ അത് അവരുടെ ജനിച്ച സമയത്ത് അങ്ങനെ ആയിരിക്കും, പക്ഷെ നമുക്ക് അതിനെ സ്റ്റിൽ നമുക്കത് മാറ്റാൻ പറ്റും ഫിസിയോ ചെയ്തും അങ്ങനെയൊക്കെ. ഓക്കെ, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റമാണ്, മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റം. അപ്പോൾ ഈവൻ നമ്മുടെ എല്ലാ പാർട്സും, ഹാർട്ടായാലും ബ്രെയിൻ ആയാലും ഇതിനെല്ലാം സ്കെൽറ്റൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് ഈ മെമ്പറൈൻസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വന്ന് ഒരു തട്ടോ അടിയോ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം സ്കെൽറ്റൽ സിസ്റ്റത്തിന് ഡാമേജ് വരും, പിന്നെ നമ്മുടെ ബോഡി പാർട്ടിലോട്ട് ആ ഡാമേജ് എത്തുള്ളൂ. The musculoskeletal system is the body system that provides support, movement, protection and stability. It consists of primarily of bones, muscles, joints, cartilage, ligaments and tendons working together to enable posture and motion. അപ്പോൾ നമുക്ക് ഇപ്പം നടന്നു പോകണം, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പോസ്ചർ റെഡി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻലി ഈ പറയുന്ന മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിലെ മെമ്പറൈൻസ് ആണ്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യും, മൂവ്മെൻറ്റ് വേണ്ടി ചെയ്യും, പ്രൊട്ടക്ഷൻ ചെയ്യും, പോസ്ചർ ആൻഡ് സ്റ്റെബിലിറ്റി ചെയ്യും. ഇതെല്ലാം ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതാണ്. പിന്നെ ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഇൻ ബോൺ മാരോ. അപ്പം നമ്മുടെ നട്ടലിൻ്റെ ഭാഗം ഇവിടെയൊക്കെ നമ്മൾ മെയിൻലി ബ്ലഡ് സെൽ പ്രൊഡക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെതാണ്. മിനറൽസ് സ്റ്റോറേജ്, അതായത് നമ്മുടെ ബോണിന് ഏറ്റവും വേണ്ട സംഭവമാണ് കാൽഷ്യവും ഫോസ്ഫറസും. നമ്മൾ മിൽക്കിൽ കൂടെയൊക്കെയാണ് കാൽഷ്യം ഒക്കെ കൂടുതൽ കിട്ടുന്നത്. കാൽഷ്യം പ്രകാരമായിരിക്കും നമ്മുടെ ബോണിൻ്റെ ബലവും ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ബോഡിക്ക് നമുക്ക് ബലം കിട്ടുന്ന ഇതുവഴി കാൽഷ്യവും ഫോസ്ഫറസിൻ്റെയും ഇൻക്രീസ് കാരണമായിരിക്കും. ഓക്കെ, അതേപോലെ ഹീറ്റ് പ്രൊഡക്ഷൻ. ഈ മസ്കുലർ കോൺട്രാക്ഷൻ കാരണം നമ്മുടെ ബോഡി ഹീറ്റ് ആവും. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ക്രാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഹീറ്റ് കിട്ടാത്തപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ തണുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്രാംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യുകയും അങ്ങനെയുള്ള നോർമൽ ആക്ടിവിറ്റീസ് കാരണം നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം. ഇതിനകത്ത് കുറേ ഭാഗങ്ങളുണ്ട്. ഇത് സ്കള്ളിൻ്റെ ഭാഗം പറഞ്ഞതാണ്. ഇവിടെ പറഞ്ഞാണ് ക്രാനിയം, അതേപോലെ മാൻഡിബിൾ ഉണ്ട്, പിന്നെ സ്പൈനൽ കോളം ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇത് കുറേ പാർട്സ് ഉണ്ട്. അതാണ് ഇവിടെ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. മുട്ടിൻ്റെ ഭാഗം ഫീമർ, പട്ടേല, ടിബിയ, ഫിബൂല, പിന്നെ കാൽപാദം, ടാർസൽ, മെറ്റാസൽസ്, ഫലഞ്ചസ്, പിന്നെ കൈയിൻ്റെ ഭാഗം ഉൾന, റേഡിയസ്, പെൽവിക് ഗിർഡിൽ. പെൽവിക് ഗിർഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ പെൽവിക്.
ഓക്കെ. അതേപോലെ കൈയിൻ്റെ കർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലഞ്ചീസ്. പിന്നെ നമ്മുടെ നട്ടലിൻ്റെ ഭാഗം സാക്രം, കോക്കീസ്. പിന്നെ നടു, അവിടെ ലുംബർ, വെർട്ടിബ്രേ. പിന്നെ നമ്മുടെ മുട്ടിൻ്റെ ഈ നീൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്തിന് പറയുന്നതാണ് ഹ്യൂമറസ്. പിന്നെ അതായത് ലങ്സും ഹാർട്ടിനെയൊക്കെ കവർ ചെയ്യുന്ന ഭാഗം റിബ്സ്. അതേപോലെ സ്റ്റെർണം, സ്കാപ്പുല, മാൻവേർബിയം, കാൽവിക്കൽ. ഇനി നമ്മുടെ മെയിനിയുള്ള നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ബോഡിയും കണക്ട് ചെയ്യുന്ന സ്പൈനലിനെ കണക്ട് ചെയ്യുന്നത് സെർവിക്കൽ, വെർട്ടിബ്രേ, തൊറാസിസ്, വെർട്ടിബ്രേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മെഡിക്കൽ ടേംസ് കൊണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചേക്കുക. എന്തെങ്കിലും ഓരോ പാർട്ടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ 1-2 പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ റിബ്സ് ആയാലും കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഇതിലിപ്പോൾ പറഞ്ഞത് തന്നെ. ചിലതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ. ഈ ഫീമർ, പട്ടേല, അതൊക്കെ നിങ്ങൾ പുതിയ ടേംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മസ്കുലർ സ്കെൽറ്റൽ സിസ്റ്റത്തിലോട്ട് പോവാം. അതിലെന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കമ്പോണൻസ് ഓഫ് മസ്കുലർ സ്കെൽറ്റൽ സിസ്റ്റം. അതിൽ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ പറ്റി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. അഡൽട്ട്സ് ഹാവ് 206 ബോൺസ്. ഓക്കെ. അപ്പോൾ മെയിൻലി 206 ബോൺസ് ആണ് നോർമൽ ഒരു അഡൽട്ടിന് വരുന്നത്. അതിൽ എന്തൊക്കെ ടൈപ്പ് ബോൺ ഉണ്ട് നോക്കാം. ലോങ് ബോൺ, അതിൽ ഫീമർ, ഹ്യൂമറസ്. ഫീമർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തൈസിൽ വരുന്ന ബോണാണ്. കാലായതുകൊണ്ട് പൊക്കി കാണിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ കാലിൻ്റെ ആ തുടയുണ്ടല്ലോ, തുടയിലോട്ട് വരുന്ന മെയിനായിട്ടുള്ള ബോണാണ് ഫീമർ ബോൺ. പിന്നെ പറഞ്ഞത് ഹ്യൂമറസ് ആണ്. അത് നമ്മുടെ അപ്പർ 4 ലിംബിൽ വരുന്ന ബോണാണ്. നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചു തന്നായിരുന്നു. ഉണ്ടോ, ഇതാണ് ഹ്യൂമറസ് ബോൺ. ഉണ്ടോ, നമ്മുടെ ആ ഒരു കൈമുട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നതിനാണ് ഹ്യൂമറസ് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഷോർട്ട് ബോൺസ്, അതൊക്കെ വരുന്ന കാർപ്പൽസും ടാർസൽസും. അത് നമ്മുടെ ഹാൻഡ് ബോണിൽ വരുന്നതിനാണ് കാർപ്പൽസ് എന്ന് പറയുന്നത്. പിന്നെ ടാർസൽസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ലെഗ് ബോണിൽ, കാലിൻ്റെ മെയിനായിട്ട് വരുന്ന ബോണാണ് ടാർസൽസ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള ബോൺസ്. പിന്നെ ഫ്ലാറ്റ് ബോൺസ് വരുമ്പോഴത്തേക്കും സ്കള്ള്, റിബ്സ്, സ്റ്റേണം. സ്കള്ള് ഏതാ, ഇത് റിബ്സ് നമ്മുടെ. അതേപോലെ പിന്നെ സ്റ്റേണം ഉണ്ട്. സ്റ്റേണം വരുന്നത് നമ്മുടെ ഈ സെൻട്രൈസ്ഡ് പോർഷനിലോട്ടാണ്. നമ്മുടെ ബാക്കും ആ റിബ് കേജിൻ്റെയും ഇതിലിടയിലായിട്ട് കവറിങ് മെമ്പറായിട്ട് സ്റ്റെർണം ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ വരുന്നത് ഇറഗുലർ ബോൺസ് ആണ്. അത് വേർട്ടിബ്രേ, നമ്മുടെ ബ്രെയിനിൻ്റെ ഇവിടുന്ന് നമ്മുടെ സ്പൈനൽ കോഡിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ സെസാമോയിഡ് ബോണാണ്. അത് നമ്മുടെ പേറ്റ്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നീ ബോണാണ്. നമ്മുടെ ഈ മുട്ടുണ്ടല്ലോ, മുട്ടിലോട്ട് വരുന്ന ബോണിനെയാണ് പേറ്റ്ല എന്ന് പറയുന്നത്. ഇറഗുലർ ബോണാണ് വെർട്ടിബ്രേ ആയിട്ടുള്ളത്. ഓക്കെ. ഇനി ഫങ്ഷൻ ഓഫ് ബോൺസ്. എന്തൊക്കെ ഫങ്ഷൻ ബോൺസ് ചെയ്യും? അത് നമ്മൾ ഓൾറെഡി മൂവ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലേ. നമ്മുടെ അനാട്ടമിയെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, സ്ട്രക്ചർ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വയ്ക്കാം. സ്ട്രക്ചറൽ സപ്പോർട്ട് ചെയ്യും, പ്രൊട്ടക്ഷൻ ചെയ്യും, അതേപോലെ മിനറൽ സ്റ്റോറേജിന് ചെയ്യും, ബ്ലഡ് സെൽ ഫോർമേഷന് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇത്രയും ഫങ്ഷൻസ് നമ്മുടെ ബോൺസ് ഹെൽപ്പ് ചെയ്യും. അതിൽ സ്ട്രക്ചറൽ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണ്ട കാര്യങ്ങളാണ് അല്ലേ. പിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യും, നമ്മുടെ ബോഡീസിലെ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ വരുന്ന മിനറൽ സ്റ്റോറേജ്, നമ്മുടെ ഞാൻ പറഞ്ഞില്ല കാൽഷ്യം, ഫോസ്ഫറസ് പോലത്തെ മിനറൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബോൺസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്ലഡ് സെൽ ഫോർമേഷൻ, ഹെമറ്റോബിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻലി RBC റെഡ് ബ്ലഡ് സെൽസും WBC വൈറ്റ് ബ്ലഡ് സെൽസും അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ്, ഇതിൻ്റെ ഫോർമേഷന് നമ്മുടെ ന്യൂ ബ്ലഡ് സെൽസ് ഇതിൻ്റെ ഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോൺസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അടുത്ത് വരുന്നത് നമ്മുടെ മസ്കുലാർ സിസ്റ്റം. മസ്കുലാർ സിസ്റ്റത്തിൽ വരുന്ന മസിൽസാണ് സ്കെൽറ്റൽ മസിൽസ് ഉണ്ട്. അത് വോളണ്ടറി ആണ്. നമ്മുടെ അറ്റാച്ച്ഡ് ബോൺസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യും, നമ്മൾ കോൺഷ്യസ് മൂവ്മെൻറ്റിലാണെങ്കിലും കൺട്രോൾ ചെയ്യും. ഓക്കെ. ഇനിയിപ്പോൾ ഇൻവോളണ്ടറി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി വർക്കാവും. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻലി ഉള്ള ഡിഫറൻസ്. വോളണ്ടറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൺട്രോൾ ചെയ്യും, ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിലാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആവുന്ന ടൈപ്പിനെയാണ് ഇൻവോളണ്ടറിയും വോളണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബോൺസിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ മൂവ്മെൻറ്റിനെല്ലാം ഇതാണ് റെസ്പോൺസ് ചെയ്യുന്നത്. അടുത്തത് സ്കെൽറ്റൽ മസിൽസ്. അത് ഇൻവോളണ്ടറി ടൈപ്പാണ്, ഇൻറ്റേർണൽ ഓർഗൻസിലാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി ഇതാണ്. കാർഡിയക് മസിൽസ് അത് ഇൻവോളണ്ടറി ആണ്. അതായത് നിങ്ങൾ എങ്ങനെ കണക്കായത് ഹ്യൂമൻ ബോഡി പാർട്ടിന് അകത്ത് നടക്കുന്നതെല്ലാം ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ്, പുറമേ നടക്കുന്നതെല്ലാം വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഈ കൈ അനങ്ങുന്നത് ഇതിപ്പോൾ ഞാൻ വിചാരിച്ചിട്ടാണ്, പക്ഷേ അകത്ത് ഹാർട്ട് പമ്പ് ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇൻവോളണ്ടറി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾസ്. ഇനി അടുത്ത് വരുന്നത് ജോയിൻസ്.
ഇപ്പോൾ നമ്മുടെ രണ്ട് ബോൺസ് മീറ്റ് ആവുന്നത്, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഫിസ്റ്റും നമ്മുടെ ഈ ഒരു ഫോർ ആംസിൻ്റെ ഈ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഒരു ജോയിൻറ്റ്, അതേപോലെ നമ്മുടെ ഫോർ ആംസും നമ്മുടെ ഈ ഒരു ആംസിൻ്റെ ഈ ഭാഗം ചേരുന്നത് ഒരു ജോയിൻറ്റ്. ഇനി അതേപോലെ നമ്മുടെ ഷോൾഡറും പിന്നെ നമ്മുടെ ആംസും ചേരുന്നത് വേറൊരു ജോയിൻറ്റ്. ഇങ്ങനെ കുറേ ജോയിൻറ്റ്സ് ഉണ്ട് ബോഡിയിൽ. അപ്പോൾ ഈ രണ്ട് ബോൺസ് മീറ്റ് ചെയ്യുന്ന ഭാഗത്തിനാണ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൂവ്മെൻറ്റ് അല്ലേ, കൈ അനങ്ങാനും അതേപോലെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്കെല്ലാം ഹെൽപ്പ് ചെയ്യും. ടൈപ്സ് ഓഫ് ജോയിൻറ്റ് മെയിൻലി ഫിബ്രസ് ജോയിൻ്റ് ഉണ്ട്, നമ്മുടെ ഇമ്മൂവബിൾ, അതായത് സ്കള്ളിനെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഫിബ്രസ് ജോയിൻ്റ് ആണ്. കാർട്ടിലേജിനസ് ജോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്പൈന് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വളയാനതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന കാർട്ടിലേജ് മൂവ്മെൻ്റ് ആണ്. സൈനോവിയൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്രീലി മൂവബിൾ, നമ്മുടെ ഏതാ നീ, ഷോൾഡർ, ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത് സൈനോവിയൽ ജോയിൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് കണക്റ്റീവ് ടിഷ്യൂ, നമ്മുടെ ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്, കാർട്ടിലേജ്, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞായിരുന്നു അതല്ലേ, നമ്മുടെ ഹാൻഡിൽ ഇവിടെയൊക്കെ വരുന്ന ഓരോ ചെറിയ ചെറിയ ജോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഇത് സഹായിക്കുന്നത്, മസിലിൽ സഹായിക്കുന്നത് ടെൻഡൻസ് ആണ്. ബോൺ ടു ബോൺ സഹായിക്കുന്നത് ലിഗമെൻറ്റ്സ് ആണ്. ഫ്രിക്ഷൻ കുറയ്ക്കാനും നമ്മുടെ ഷോക്ക്, അബ്സോർബ് ഷോക്ക് കുറയ്ക്കാനും കാർട്ടിലേജ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മൂമെൻറ്റിലാവുന്ന സമയത്ത് നമ്മുടെ ഷോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രിക്ഷനായിട്ട് നമുക്ക് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാർട്ടിലേജ് കാരണമാണ്. ഓക്കെ, മേജർ മസിൽ ഗ്രൂപ്പ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. മെയിൻലി നമുക്ക് പറയാം അപ്പർ ബോഡി പാർട്ട് ഉണ്ട്, അതേപോലെ ലോവർ ബോഡി പാർട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ അപ്പർ ബോഡി പാർട്ടിൽ വരുന്ന ഒരു ഭാഗമാണ് ചെസ്റ്റ്. ഓക്കെ, ഈ ചെസ്റ്റിനെ വിളിക്കുന്നത് നമ്മൾ പെക്ടോറൽസ് എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുഷിങ് മൂവ്മെൻറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ ബോഡി നമുക്ക് കംപ്ലീറ്റ്ലി പുഷ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധനം തള്ളി നീക്കണം. ആ തള്ളി നീക്കാൻ വേണ്ടി നമ്മൾ ചെസ്റ്റും നമുക്ക് മെയിൻലി എഫേർട്ട് ഇട്ട് ഹെൽപ്പ് ചെയ്ത് തരും. അതായത് നമ്മളിപ്പം ജിമ്മിൽ പോകുന്ന സമയത്ത് നമുക്ക് ബെഞ്ച് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പുഷപ്പ് ചെയ്യണം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെയിൻലി നമുക്ക് അപ്പർ ബോഡിയിൽ ചെസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ പെക്ടോറൽസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതതിൻ്റെ മെഡിക്കൽ ടേമാണ്. ഓക്കെ, ഇനി ഇതേപോലെ ബാക്ക് ഉണ്ട്. ബാക്കിൽ വരുന്ന മെയിൻലി ഭാഗമാണ് ലാറ്റിസിസം, പിന്നെ ഡോർസി, ട്രപ്പീസിയം, റോംബോയിഡ്സ്, എറക്ടേഴ്സ്, സ്പൈന. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുള്ളിങ് മൂവ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പോസ്ചർ അല്ലെങ്കിൽ സ്പൈനൽ സ്റ്റെബിലിറ്റി, ഞാൻ പറഞ്ഞായിട്ട് നേരെ നിൽക്കാനായിട്ടും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ബാക്കിലെ മൂവ്മെൻറ്റ്സ് ആണ്. ഇത് നമുക്ക് റോ ചെയ്യാൻ വേണ്ടിയും അതേപോലെ പുള്ളപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പുള്ളപ്പ്, ചിന്നപ്പ്, ഇങ്ങനെയുള്ളതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഓരോ ബോഡി പാർട്ട് വെച്ചിട്ടാണ് നമുക്ക് ഓരോ മൂവ്മെൻറ്റും പോകുന്നത്. ഇനി അതേപോലെ ഷോൾഡർ അല്ലെങ്കിൽ ഡെൽറ്റോയിഡ്സ്, അത് നമ്മുടെ ഇവിടെ മെയിൻലി വരുന്നതാണ് അല്ലേ, ഇതാണ് ഡെൽറ്റോയിഡ്സ്. അപ്പോൾ ഇത് നമ്മുടെ ആം മൂവ്മെൻറ്റും അതേപോലെ നമുക്കൊരു സംഭവം ലിഫ്റ്റ് ചെയ്യണം, ഇപ്പോൾ ഒരു ചാക്ക് താഴേന്ന് കുനിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഓവർ ഹെഡിൻ്റെ ആക്ഷൻ, മുകളിലോട്ട് നമുക്ക് സാധനം എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഡെൽറ്റോയിഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലാതെ ആംസ് അല്ല. ആംസ് ജസ്റ്റ് സപ്പോർട്ടിങ് ആണ്, ഡെൽറ്റോയിഡ് കൊണ്ടാണ് നമ്മൾ പുഷ് ചെയ്ത് മുകളിലോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആക്ഷൻസിനെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഡെൽറ്റോയിഡ്സ് ആണ്. ഇനി അടുത്ത് വരുന്നതാണ് ആംസ്. ആംസിൽ വരുന്ന രണ്ട് പാർട്ടാണ്, ഒന്ന് ബൈസ്, ഒന്ന് ട്രൈസെപ്സ്. ഇത് നമുക്ക് പുഷിങ് അല്ലെങ്കിൽ പുള്ളിങ് ആക്ഷനിലോട്ട് നമുക്ക് ആ മോഷൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ബൈസെപ്സ് കേൾസ്, അതേപോലെ നമ്മുടെ പുഷപ്സ്. ഓക്കെ, പിന്നെ വരുന്നത് കോർ മസിൽ ഗ്രൂപ്പ്സ് ആണ്. കോർ മസിൽ ഗ്രൂപ്പ്സിൽ മെയിൻലി വരുന്നത് അബ്ഡോമിനൽസ് ഉണ്ട്, അതേപോലെ നമ്മുടെ ലോവർ ബാക്സ് ഉണ്ട് ഇല്ലേ. കാരണം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അബ്ഡോമിനും ഉണ്ട് ലോവർ ബാക്കും, ഇത് രണ്ടിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ചെല്ലുമ്പോഴാണ് കംപ്ലീറ്റ്ലി കോർ മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അല്ല, അബ്ഡോമിനൽസിൽ വരുന്നതാണ് എന്തൊക്കെ, റെക്ടസ് അബ്ഡോമിനസും ഒബ്ലിക്സും. റെക്ടസ് അബ്ഡോമിനസ് ആണ് നമ്മളിവിടെ വരുന്നത്, ഒബ്ലിക്സ് ആണ് നമ്മൾ സൈഡിൽ കവർ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അത് അബ്ഡോമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് രണ്ടും മൂവ്മെൻറ്റിനും വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആപ്സ് പുറത്തോട്ട് വിസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ പോസ്റ്റർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കംപ്ലീറ്റ്ലി ഒരു മസ്കുലറൈസ് ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ലോവർ ബാക്കിൽ വരുന്നതിലാണ് നമ്മുടെ എറക്ടർ, സ്പൈനിയ, ഈ ഒരു ഭാഗമായിട്ട് വരും. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ കംപ്ലീറ്റ്ലി വരുന്നതായിരിക്കും. അവിടെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനും പോസ്റ്റർ, സ്പൈനൽ കോഡിൻ്റെ ആ ഒരു ഇത് കംപ്ലീറ്റ്ലി ഫോം ചെയ്യുന്നതല്ല അവിടെയാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ലോവർ ബോഡി മസിൽ ഗ്രൂപ്പ്. ലോവർ ബോഡി മസിൽ ഗ്രൂപ്പിൽ മെയിൻലി വരുന്നതാണ് കോട്രൈസെപ്സ്. കോട്രൈസെപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൈസിൻ്റെ ഭാഗത്തിന് കോട്രൈസെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ തൊട,
അപ്പം അവിടെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ലെഗ് എക്സ്റ്റൻഷനും കാര്യങ്ങളാണ്. ഇതെന്തിനെന്ന് വെച്ചാൽ ഈ മസിൽ ഗ്രൂപ്പ്സ് നമ്മളെ മസ്കുലാർ അല്ലെങ്കിൽ നമ്മളെ സ്ട്രെങ്തൻ ആക്കാൻ, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വർക്കൗട്ട്സും കാര്യങ്ങളും കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് സ്ക്വാട്ട്സ്, ലഞ്ചസും സ്ക്വാട്ട്സും വെച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തൈസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മസ്കുലർ ആക്കാനായിട്ടും അതേപോലെ സ്ട്രെങ്തൻ ആക്കാനായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. അടുത്ത് വരുന്നത് ഹാംസ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വാഡ്രൈസെപ്സിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ബാക്കിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഫ്ലെക്സനും അല്ലെങ്കിൽ ഹിപ്പ് എക്സ്റ്റൻഷനും ഒക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നമ്മളവിടെ ഹെൽപ്ഫുള്ളാക്കാൻ, അതായത് അവിടെ ബാക്ക് ഓഫ് ദ തൈ നമ്മളെ സ്ട്രെങ്തൻ ആക്കാനും മസ്കുലർ ആക്കാനും. പിന്നെ പറയുന്നത് ഗ്ലൂട്ടൽ മസിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹാംസ്ട്രിങ്ങിൻ്റെ തൊട്ട് മുകളിൽ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഹിപ്പ് എക്സ്റ്റൻഷനും ഇതൊക്കെ യൂസ് ചെയ്യും. എന്തിന്? പെൽവിസും അതൊക്കെ സ്ട്രോങ് ആക്കാനും ആ ഒരു സ്റ്റെബിലൈസേഷൻ വരാനും. ചിലർക്കൊക്കെ അവിടെ ഉളുക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ. പിന്നെ വരുന്നത് കാവ്സ്. അത് നമ്മുടെ ആംഗിൾ മൂവ്മെൻറ്റ്സും വെച്ചിട്ട് പുഷ് ചെയ്ത് ഗ്രൗണ്ട് ഡ്യൂറിങ് റണ്ണിങ് ഓർ ജമ്പിങ്, നമ്മുടെ നോർമൽ എക്സസൈസ്, അതായത് ഓടുക, ചാടുക, ഈ സമയത്തെല്ലാം കാവ്സ് ഭയങ്കര ഇതിൽ ആക്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കതിനെ കാവ്സിനെ സ്ട്രെങ്ത് ആക്കാം. അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം മൊഡ്യൂൾ 1 പാർട്ട് 1 ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത് നിങ്ങൾക്ക് കേട്ടിരുന്ന് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളും ഈ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ടേംസ് വെച്ചിട്ട് നോക്കുക, വീഡിയോസ് കാണുക. നിങ്ങൾക്ക് കൂടുതൽ മോർ ഡീറ്റെയിൽസ് കിട്ടും, ഇൻഫോർമേറ്റീവ് ആണ്. അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നന്നായിട്ട് പഠിക്കുക എല്ലാവരും. എക്സാംസൊക്കെ വരുന്നുണ്ട്, ക്ലാസ്സൊക്കെ കാണുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.